ബാംഗ്ലൂരിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ RCB വിജയാഹ്ലാദത്തിലെ ദുരന്തത്തിന്റെ ഒരു വാർത്തയിലേക്കാണ് പോകേണ്ടത്. ഒരു പ്രധാന അപ്ഡേറ്റ് വരുന്നു. IPL വിജയാഘോഷത്തിനിടെയുണ്ടായ ദുരന്തത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാർക്കറ്റിംഗ് മേധാവി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചാണ് നിഖിൽ സോസലയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബംഗളൂരു ദുരന്തത്തിലെ ആദ്യത്തെ അറസ്റ്റാണിത്. ഇവന്റ് മാനേജ്മെന്റ് പ്രതിനിധികളും അറസ്റ്റിലായിട്ടുണ്ട്. തിക്കിലും തിരക്കിലും ശ്വാസം മുട്ടിയാണ് പലരും മരിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇപ്പോൾ പുറത്തുവരുന്നു. ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റതായും റിപ്പോർട്ടുണ്ട്. പിയ സുനിലുടെ കൂടുതൽ വിവരങ്ങളുമായി. പിയ സുനിൽ, ഈ RCBയുടെ മാർക്കറ്റിംഗ് മേധാവിയാണോ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? RCBയും ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ പരിപാടി സംഘടിപ്പിച്ചതിനാണോ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പിയ സുനിൽ. എന്തായാലും RCBയുടെ വിജയാഘോഷ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റുകൾ ഉണ്ടായിരിക്കുകയാണ്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ RCB മാർക്കറ്റിംഗ് ഹെഡ് നിഖിൽ സോസലെ, അതുപോലെ തന്നെ ക്രിക്കറ്റ് അസോസിയേഷൻ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ ES ജയറാം, ഇവന്റ് മാനേജ്മെന്റ് പ്രതിനിധി സുനിൽ മാത്യു എന്നിവരെയാണ് ഇപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് ഇപ്പോൾ ബംഗളൂരു പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏതായാലും ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധികളുടെ വസതികളിലൊക്കെ തന്നെ ഇപ്പോൾ ബംഗളൂരു പോലീസ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വ്യാപകമായ അറസ്റ്റ് RCBയിലെയും ഒപ്പം തന്നെ ക്രിക്കറ്റ് അസോസിയേഷനിലെയും പ്രതിനിധികൾക്ക് നേരെ ഉണ്ടാകും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഇക്കാര്യത്തിൽ അറസ്റ്റ് നടപടികൾ തുടരും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും RCBയുടെ വലിയ വീഴ്ചയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടിയും ഉണ്ടായിട്ടുണ്ട്. അതേസമയം പോലീസിനെ അനാവശ്യമായി കരുതേച്ച് കാണിക്കാൻ കർണാടക സർക്കാർ ശ്രമിക്കുന്നു എന്ന രാഷ്ട്രീയ ആരോപണവുമായി BJPയും രംഗത്ത് വന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. ഈ ഒരു ദുരന്തം എന്നത് സർക്കാർ സൃഷ്ടിച്ച ദുരന്തം ആണ് എന്നാണ് BJP പ്രധാനമായും ആരോപിക്കുന്നത്. വിധാൻ സൗദിയിലൊരു സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുന്നു, വിജയാഘോഷം സംഘടിപ്പിക്കുന്നു, അതിനെല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നു. അതേസമയം സാധാരണ ജനങ്ങൾ ഒത്തുകൂടിയ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാൻ സർക്കാർ തയ്യാറായില്ല എന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. ഏതാണ്ട് 30,000 ആളുകളെയാണ് പ്രതീക്ഷിച്ചത് ആ സ്റ്റേഡിയത്തിൽ എന്നാണ് RCBയും ക്രിക്കറ്റ് അസോസിയേഷനും വ്യക്തമാക്കുന്നത്. അതേസമയം 2.5 ലക്ഷത്തിലധികം ആളുകൾ അവിടേക്ക് എത്തിയെന്നതാണ്. ഏതായാലും നേരത്തെ പോലീസ് ഈ ഒരു ആഘോഷം നടത്തുന്നതിന് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത്തരത്തിലൊരു അനുമതി പോലീസ് നൽകിയതുമില്ല. എന്നാൽ ക്രിക്കറ്റ് അസോസിയേഷനും RCBയും ഏകപക്ഷീയമായി ഈ ഒരു ആഘോഷ പരിപാടിയുമായി മുന്നോട്ട് പോയതാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാക്കാൻ കാരണമായതെന്നാണ് ഏതായാലും പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം സർക്കാർ പോലീസിനെതിരെയും ഇപ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ്. ഏതായാലും ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകാംഗ കമ്മീഷനെയാണ് ഈ ഒരു അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 3 ദിവസത്തിനകം ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് കൂടി സർക്കാരിന് ലഭിക്കും. ഏതായാലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. പക്ഷേ സർക്കാരാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്ന സാഹചര്യമാണ് കർണാടകത്തിൽ ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഭൂരിഭാഗം പേരും മരിച്ചത് ശ്വാസം മുട്ടിയാണ്. ആന്തരികാവയവങ്ങൾക്കൊക്കെ തന്നെ വലിയ ക്ഷതം ഈ ഒരു ഉന്തിലും തള്ളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിലെ വിവരങ്ങളിൽ പറയും. ഓക്കെ, താങ്ക് യു. പിയ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. നിഖിൽ സോസല എന്ന RCBയുടെ മാർക്കറ്റിംഗ് മാനേജരെയാണ് ഇപ്പോൾ ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. DNA എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ചേർന്നാണ് RCBയിലെ ഈ മാർക്കറ്റിംഗ് മാനേജർ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. അതിലും പൈസ വെച്ച്, ടിക്കറ്റ് വെച്ചാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ, സർക്കാരിനെ വേണ്ട വിധത്തിൽ അറിയിക്കാതെയാണ് ഈ പരിപാടി നടത്തിയത്. 35,000 പേർക്കുള്ള സ്ഥലത്ത് 4 ലക്ഷത്തോളം ആളുകളെ അവിടെ വിളിച്ചു വരുത്തിയാണ് ഈ അപകടം ഉണ്ടാക്കിയത്. എന്തായാലും RCBക്ക് അതിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മാത്രമല്ല, ഈ പരിപാടി നടക്കുമ്പോൾ പുറത്ത് വലിയ ദുരന്തം നടക്കുകയാണല്ലോ. ആ ദുരന്തം നടക്കുന്നത് അറിഞ്ഞിട്ടും ആ പരിപാടി അതിനുള്ളിൽ നടത്തി എന്നുള്ളതാണ്. ഇതൊക്കെ OTT പ്ലാറ്റ്ഫോമിൽ വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഈ മാർക്കറ്റിംഗ് മാനേജർമാർ ശ്രമിക്കുക. എന്തായാലും അത് ഈ സാധാരണ ജനങ്ങളുടെ ജീവനെടുത്തൊരു പരിപാടിയായി പോയി. RCB താരങ്ങളോടുള്ള സ്നേഹം പക്ഷേ RCB മാനേജ്മെന്റ് നശിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം.